ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് നല്ല നാടൻ രുചിയിലെ ഒരു പരിപ്പ് കറിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു അരക്കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. തുവരപ്പരിപ്പ് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ പരിപ്പ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു അരക്കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കാം. ഒരു 2-3 പ്രാവശ്യം തന്നെ കഴുകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നന്നായിട്ട് ക്ലീനായി കിട്ടൂ. അല്ലാണ്ട് കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല തുവരപ്പരിപ്പ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്കതൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റാം. നമുക്കിതിലേക്ക് ഒരു സവാള ഇടാം. ഒരു മീഡിയം സൈസ് സവാളയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുഞ്ഞുള്ളി വെച്ചിട്ടും ഇതുണ്ടാക്കാം. പിന്നെ ഞാനിതിലേക്ക് ഒരു 2-3 പച്ചമുളക് കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് മസാലപ്പൊടികൾ ചേർക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് ചുവപ്പ് മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മളിതിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല. ഉപ്പ് നമ്മൾ ഇതെല്ലാം വെന്ത് കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നന്നായിട്ട് നമ്മളിതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് ഇതിലൊരു 3 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യാം. അതിനുശേഷം ഇത് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഫുള്ളായിട്ട് ഗ്യാസ് പോകുന്നത് വരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഫുള്ള് ഗ്യാസ് കംപ്ലീറ്റ് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ വിസിൽ റിമൂവ് ചെയ്തിട്ട് ഇത് തുറന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാകും. ഇപ്പോൾ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാടങ്ങ് വെന്ത് അടിഞ്ഞു പോയിട്ടൊന്നുമില്ല. ആവശ്യത്തിന് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് പാകം. ഇങ്ങനെ വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ കറി നല്ല അടിപൊളിയായതാണ്. ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ആ ഒരു പാകത്തിന് നമുക്ക് കിട്ടും. അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. എന്നിട്ട് നമുക്കിത് വീണ്ടും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ സമയത്ത് നമുക്ക് ഇത് വല്ലാണ്ട് കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. ഇപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തൊരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാം. ഇനി കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് നമുക്ക് സാധാരണ പോലെ ഇതുപോലെ വെച്ചിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരണം. കൂടുതൽ നേരം തിളപ്പിച്ച് അതിനെ നന്നായി പിന്നെയും വേവിച്ച് പേസ്റ്റ് പോലെ ആക്കേണ്ട ആവശ്യമില്ല. ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം. ഈ പരിപ്പ് കറി കുറച്ച് സമയം കഴിഞ്ഞ് തണുത്ത് കഴിയുമ്പോൾ പിന്നെ വീണ്ടും കട്ടയാവും. അതുകൊണ്ട് ഇതാണ് കറക്റ്റ് പാകം. എന്നിട്ട് ഇതിൻ്റെ വറവിടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നെയ്യിൽ വറവിടുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യിടാം. നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടണമെങ്കിൽ നെയ്യിൽ തന്നെ വറുത്തിടണം. വെളിച്ചെണ്ണയിലും നമുക്കിത് വറുത്തിടാൻ പറ്റും. പക്ഷേ സൺഫ്ലവർ ഓയിലൊന്നും വറുത്തിട്ടാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഞാനിത് സവാള കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ കറി വറുത്തിടുന്നത്. കുഞ്ഞുള്ളിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞുള്ളി ഉപയോഗിക്കാം, അത് കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ സവാള എടുത്തിട്ട് അത് മാക്സിമം നേർങ്ങനെയാക്കിയിട്ട് മുറിച്ചിട്ടുണ്ട്. അതുകൂടെ തന്നെ അതിൻ്റെ കൂടെ ഒരു 2 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റാം. അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ അത് മസ്റ്റാണ്. കറിവേപ്പില കുറച്ച് നല്ലോണം ഇടുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം. കറിവേപ്പില ഇടുന്നതിന് മുന്നേ തന്നെ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് കറിവേപ്പില ഇടുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. അതിനുശേഷം നമുക്കിത് വറവ് ഇതിലേക്ക് ഇടാം. ഇപ്പോൾ നമ്മളെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് സമയം തണുത്ത് കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. കാരണം പരിപ്പെല്ലാം കുറച്ചും കൂടി കുറച്ച് കട്ടിയായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിതിന് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് കറി, നാടൻ പരിപ്പ് കറി നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെയുള്ള നല്ല അടിപൊളി റെസിപ്പിയായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ അതിൽ നോട്ടിഫിക്കേഷൻ ബാർ ഇനേബിൾ ചെയ്ത് ഓളെന്ന് സെലക്ട് ചെയ്യാനും പ്രത്യേകം ഓർമ്മിക്കണേ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണം. വളരെ എളുപ്പത്തിൽ ബിഗിനേഴ്സിന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.